Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon. Good Good afternoon. afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. First class Good ആണോ? afternoon. First class അല്ലേ? Yes. ശബ്ദം ക്ലിയർ ആണോ? PDF കാണാൻ പറ്റുന്നുണ്ടോ? Come on, miss. Yes, ma'am. Yes, ma'am. Okay. Yes, ma'am. Yes. കുറച്ച് പേരും കൂടി വരട്ടെ കേട്ടോ. നോക്കാം. മാക്സിമം കറക്റ്റ് ടൈമിൽ തന്നെ കയറാൻ നോക്കണം കേട്ടോ. Okay, good afternoon. എന്റെ പേര് ആദില. ഓക്കെ, ഞാൻ നിങ്ങളുടെ മോൺസോറിന്റെ കുറച്ച് ചാപ്റ്റേഴ്സ് ടീച്ചറാണ് എടുക്കുന്നത്. കൂടാതെ മറ്റു രണ്ട് ടീച്ചേഴ്സും കൂടി ഇതിലുണ്ട്. കഴിഞ്ഞൊരു ക്ലാസ്സിൽ അപർണാംസ് എടുത്തിരുന്നില്ലേ നിങ്ങൾക്ക്? Yes, ma'am. ഓക്കെ, ഏത് ചാപ്റ്റർ ആണ് തുടങ്ങിയത് അപർണ? Modern concept of മോഡേൺ കോൺസെപ്റ്റ്. ഓക്കെ, ടീച്ചർ എടുക്കുന്നത് പാർട്ട് 1 തന്നെ യൂണിറ്റ് 7 ആണ്. യൂണിറ്റ് 7 എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്തിട്ട് തന്നെയായിരിക്കും എടുക്കുന്നത്. ഒരേ ഓർഡറിലൊന്നും തന്നെ എടുക്കുന്നില്ല കേട്ടോ. പല ടീച്ചേഴ്സ് പല പോർഷൻസ് ആണ് എടുക്കുന്നത്. നിങ്ങൾക്കൊരു സൈക്കോളജി പോർഷൻസ് വരുന്നുണ്ട്. ആ ഭാഗം കംപ്ലീറ്റ്, അതായത് സൈക്കോളജി ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. മൊഡ്യൂൾ 1 പാർട്ട് 2 നിങ്ങൾ കയ്യിലെ സിലബസ് ഉണ്ടോ എല്ലാവരുടെ കയ്യില്? ഉണ്ട് മാം. ഇല്ല. ഓക്കെ, അപ്പൊ അതില് മൊഡ്യൂൾ 1 ഡെവലപ്മെന്റ് സൈക്കോളജി എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞത്. അപ്പൊ അത് കംപ്ലീറ്റ് ഒരു 6 ചാപ്റ്റേഴ്സ് 8 ചാപ്റ്റേഴ്സ് സൈക്കോളജിയാണ്, ചൈൽഡ് സൈക്കോളജി. അപ്പൊ ആ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ടീച്ചർ എടുക്കുന്നത്. മോണ്ടിസോറിയുടെ
വേറൊരു ടീച്ചറാണ് എടുത്തത് മെത്തേഡ്സ് ഒക്കെ മറ്റൊരു ടീച്ചറാണ് എടുക്കുന്നത്. ഓക്കെ, ഈ ഒരു ഭാഗം നിങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഇത് എടുക്കാനുള്ള ഇതിലാണ് ഹെൽത്ത് കെയർ എടുത്തത് കേട്ടോ. എക്സ്ക്യൂസ് മീ മിസ്, പറഞ്ഞത് ക്ലിയർ ആയില്ല. സൗണ്ട് സൗണ്ട് ക്ലിയർ ആവുന്നില്ലേ? ഇപ്പോൾ ക്ലിയർ ആണോ? ആ അതായത് ടീച്ചർ എടുക്കുന്ന കോഴ്സിൽ സൈക്കോളജി ആയിരിക്കുള്ളൂ. മിസ് കുറച്ച് വോളിയത്തിൽ സംസാരിക്കൂ. വോളിയുണ്ട്, ചിലപ്പോ റേഞ്ചിന്റെ പ്രശ്നം. റേഞ്ച് ഉള്ളടത്തിരിക്കണേ. ഈ മൊഡ്യൂള് 3 വാങ്ങണോ? നമ്മള് എന്താ ടെക്സ്റ്റ് ബുക്കിലെ മൊഡ്യൂള് 3 ഇപ്പൊ തന്നെ വാങ്ങണോ? ഓരോന്നായിട്ട് വാങ്ങിക്കോ, അങ്ങനെ അല്ലേ എടുത്ത് പോവാ? ഓർഡർ ആയിട്ടല്ലേ പോവാ? ഓർഡർ ആയിട്ട് അയക്കില്ല. അതെ, അപ്പൊ 3 വാങ്ങേണ്ടി വരും അല്ലേ? പോർഷൻസ് ടീച്ചർ എടുക്കുന്ന പോർഷൻസ് സൈക്കോളജി ആണ്. പക്ഷെ സ്റ്റാർട്ടിംഗ് ക്ലാസ്സിൽ ഹെൽത്ത് കെയർ എടുക്കുന്നേ ഉള്ളൂ. ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് ആ ഭാഗത്തേക്ക് പോകുള്ളൂ. നമുക്ക് തുടക്കത്തിലെ സൈക്കോളജി എടുക്കേണ്ടല്ലോ എന്നിട്ടാണ് ഈ ഒരു ചാപ്റ്റർ എടുക്കുന്നത് കേട്ടോ. ഇതിന്റെ ടെക്സ്റ്റിന്റെ ഒരു ഐഡിയ കിട്ടണില്ല അതാണ്. ടെക്സ്റ്റ് എങ്ങനെയാണ് ഏതാന്നുള്ള ഒരു ഐഡിയ കിട്ടണില്ല, അതിന്റെ ഒരു പ്രശ്നമാണ്. അതിന്റെ പ്രശ്നമാണ്. അത് ശരിയായിട്ട് ശരിയാവും കേട്ടോ. ഇപ്പൊ ഇത് ഹെൽത്ത് കെയറിൽ ഭാഗം പാർട്ട് 1, അതായത് മൊഡ്യൂൾ 1 പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതിൽ പാർട്ട് 1 യൂണിറ്റ് 7 ആണ് ടീച്ചർ ഇപ്പൊ ഇന്ന് എടുക്കുന്നത്. ഓക്കെ, അത്രയും മനസ്സിലായോ? യെസ്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോ ഓക്കെ ശരി. നമ്മുടെ ക്ലാസിന്റെ ഫോർമാറ്റ് എങ്ങനെയെന്ന് അറിയാമോ മോണ്ടിസോറിയുടെ? അറിയാമോ? പ്രയർ ഉണ്ട്. യെസ്, പ്രയർ ഉണ്ടാവും അല്ലെ? പ്രയർ, യോഗ, എക്സസൈസ് എല്ലാം തന്നെ നമ്മൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ തന്നെ എല്ലാം ചെയ്യും കേട്ടോ. അത് ഓരോ ദിവസം തുടർന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളാണ് ചെയ്യേണ്ടത്, പറഞ്ഞു തരും. ഞാൻ ആസ് എ ഫെസിലിറ്റേറ്റർ ആയിട്ടിരിക്കും, നിങ്ങളത് ചെയ്യണം. ഇപ്പൊ നാളെ അതായത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇന്ന് പ്രയർ ആയി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ പാടാം. അല്ലെങ്കിൽ ആരാന്ന് വെച്ചാൽ വില്ലിംഗ് ആയിട്ട് ഇംഗ്ലീഷിലൊരു പ്രയർ പഠിച്ചു വെക്കണം കേട്ടോ. ഇംഗ്ലീഷില് ഇന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നോ? പ്രിപ്പയർഡ് ആണോ? പഠിച്ചിട്ടില്ല, എഴുതിയിട്ടുണ്ട്. ലൈക് സ്വന്തം എഴുതിയതല്ല. നോക്കി പാടിയാ മതി, നോക്കി പാടിയാ മതി. ജസ്റ്റ് കിഡ്സിന് പറ്റിയ ഒരു സ്മോൾ പ്രയർ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. Father up above, thank you for your love. Thank you for my parents and my teachers too. I can see and I know these came from you. Father up above, thank you for your love. Thank you for my meals and my warm bed too. I can see and I know these came from you. Father up above, thank you for your love. Thank you for my friends, old and new. I can see and I know these came from you. Thank you, Father, for your gifts to me. Amen. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വില്ലിംഗ് ആയിട്ട് ആരാന്നുള്ളത് വെച്ചാൽ പാടിക്കോളൂ കേട്ടോ. ഒരാൾ തന്നെ പാടരുത്, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം പ്രയർ പാടുന്നതിൽ. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇന്ന് എത്ര പേരുണ്ടായിരുന്നു? 7 പേരുണ്ടല്ലോ നിങ്ങള്. മൊത്തം ഫസ്റ്റ് ക്ലാസ്സിൽ എത്ര പേരുണ്ടായിരുന്നു അറിയാമോ? ഇല്ല. ഇന്ന് 60 above കാണിക്കുന്നു. 60 above. അപ്പോ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല ഇല്ല ഇപ്പോഴോ? ഇല്ല, കാണുന്നുണ്ട്. കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്തതാണ് ടീച്ചർ ഇന്ന്, പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. എന്താണോ ചിലപ്പോ റേഞ്ച് പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് ഈ ഇരുന്ന് നോക്കിയേ, റേഞ്ച് ഉള്ളടത്ത്.
ഓക്കെ. എന്തുകൊണ്ടാണ് നിങ്ങൾ മോണ്ടിസോറി കോഴ്സ് സെലക്ട് ചെയ്തത്? എനിക്ക് ടീച്ചർ ആവുക എന്നുള്ളത് ഒരു വലിയൊരു ആഗ്രഹമാണ്. പിന്നെ എന്റെ ഭർത്താവ് ടീച്ചിങ് ഫീൽഡിലാണ്. ആ അതുകൊണ്ടാണ് സെലക്ട് ചെയ്യാൻ മെയിൻ ആയിട്ടൊരു കാരണം. ഓക്കെ ശരി. ഇനി വേറെ ആരൊക്കെ എന്തൊക്കെയോ പറയുന്നത്? എനിക്കും ടീച്ചറാവാൻ ഭയങ്കര ആഗ്രഹമാണ്. ആ അതുകൊണ്ടാണ്. പിന്നെ പുറത്തേക്കൊന്നും പോയി പഠിക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ല. അപ്പോ വീട്ടിൽ ഇങ്ങനെ ഓൺലൈൻ ആവുമ്പോ ഒക്കെ ഒത്തു വന്നൊരു സമയം ഇതാണ്. അപ്പോ ചെയ്തു. ഓക്കെ. ഇതാണ് ബെസ്റ്റ് ടൈം. ഞാൻ ഓൺലൈനായിട്ട് ട്യൂഷനൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ വെരി ഗുഡ്. വേറെ ആരാണ്? നിങ്ങള് നിങ്ങളുടെ ക്യാമറ ഓൺ ചെയ്ത് പറയുന്നത് പറഞ്ഞോ കേട്ടോ. എന്താ പ്രശ്നം? നമ്മൾ മാത്രമല്ലേ ക്ലാസ്സിൽ? ആ പറഞ്ഞോളൂ. ഞാൻ 13 കൊല്ലമായിട്ട് ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പോ ടീച്ചർ ആവാനായിട്ട് താല്പര്യമുണ്ട്. അപ്പൊ ഡിഗ്രി കംപ്ലീറ്റ് അല്ല, സെക്കൻഡ് ഇയർ വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പോ മോണ്ടിസോറി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ടീച്ചറായിട്ട് കയറാനായിട്ട് ഡിഗ്രി ഏതാണ്? ഡിഗ്രി ഏതാ എടുത്തേക്കുന്നത്? ബികോം ആണ്. സെക്കൻഡ് ഇയർ വരെ പോയിട്ടുള്ളൂ. പിന്നെ 2 കുട്ടികളുണ്ട്. 13 കൊല്ലമായിട്ട് ഇപ്പോഴും ട്യൂഷൻ എടുക്കുന്നുണ്ട്. ആ എനിക്കൊരു മിസ്റ്റേക്ക് ടീച്ചറാവാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഈ കോഴ്സ് ഇങ്ങനെ കണ്ടപ്പോൾ ഇതിലോട്ട് ജോയിൻ ചെയ്തത്. കുഞ്ഞുമക്കളെ പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ്. അവരെ കെയർ ചെയ്യാനും അവരെ പഠിപ്പിക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കതിന് സാധിച്ചില്ല. ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞ് 2 മക്കളൊക്കെ ഉണ്ട്. അപ്പൊ ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഇത് കിട്ടിയ ചാൻസ് കിട്ടിയപ്പോ ഞാനത് ഉപയോഗിച്ചെന്നുള്ളൂ. വെരി ഗുഡ്. ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടതാണ് ചേർന്നത് അല്ലേ? അതെ അത് അതെ അതെ. ഫോഴ്സ് ചെയ്യുന്ന ഇല്ലില്ല, സ്വന്തം ഇഷ്ടപ്രകാരം ചേർന്നിരുന്നത്. നിങ്ങൾക്ക് തന്നെ വളരാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് മോണ്ടിസോറി എന്ന് പറയുന്നത്. നമുക്ക് ഡിസ്റ്റാൻസ് ഉണ്ടാവും. ഡിസ്റ്റാൻസിന്റെ ക്ലാസ് ഉണ്ടായിരുന്നോ നിങ്ങൾക്ക്? ഇല്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് മിസ്സേജ്. ഞാൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്തത്. സൗണ്ട് ക്ലിയർ അല്ലേ? ആർക്കും ക്ലിയർ അല്ലേ? നമ്മുടെ വോയിസ് ഇടയ്ക്കിടയ്ക്ക് ക്ലിയർ ആവുന്നില്ല. ഇടയ്ക്ക് ബ്രേക്ക് സൗണ്ട് ആവുന്നുണ്ട്. ബ്രേക്ക് ആവുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നു. അത് മ്യൂട്ട് ചെയ്താൽ മതി എല്ലാവരും, അപ്പൊ ക്ലിയർ ആവുള്ളൂ. നിങ്ങളെ അതാണ് മ്യൂട്ട് ചെയ്യണം അത് കേട്ടോ. എക്കോ അടിക്കും. നിങ്ങള് ഞാൻ പറയട്ടെ, നിങ്ങൾ എല്ലാവരും മ്യൂട്ട് ചെയ്യണം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രം സൗണ്ട് ഓൺ ചെയ്തിട്ട് പറയാം. നിങ്ങൾ എനിക്ക് മ്യൂട്ട് വെച്ച് വെക്കാൻ പറ്റില്ല. മോണ്ടിസോറി ക്ലാസ്സില് ഓൾ മ്യൂട്ട് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. നിങ്ങളാണല്ലോ നിങ്ങൾക്ക് പറയാനുള്ളത് പറയണ്ടേ. മിസ്സേ, ഇപ്പൊ ഇതില് കഴിഞ്ഞു പോയ ക്ലാസ്സുകള് എങ്ങനെ കിട്ടും? അത് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഉണ്ടാവുമല്ലോ, ഇട്ട് തരുമല്ലോ. റെക്കോർഡിംഗ് ക്ലാസ്സസ് ഉണ്ടാവും കേട്ടോ. അതില് നോക്കിയാൽ അതിൽ മതി. നമ്മുടെ ഗ്രൂപ്പിന്റെ ചാനൽ, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചാനൽ ഉണ്ട്. അത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അതിൽ റെക്കോർഡിംഗ് ക്ലാസ് ഉണ്ടാവും മോണ്ടിസോറിയുടെ കേട്ടോ. ഇപ്പൊ ശരിക്കും ഇത് എത്രാമത്തെ ക്ലാസ് ആണ് ഇന്നിപ്പോ? ഇതിപ്പോ സെക്കൻഡ് ക്ലാസ് ആണ് അല്ലേ? അതെ. ഒരു 3 ടീച്ചേഴ്സ് ആണ് ഞങ്ങൾ എടുക്കുന്നത്. ജിഷാംസ് ഉണ്ട്, മിസ്സാണ് മോണ്ടിസോറിയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. മെത്തേഡ്സുകളൊക്കെ കിഷിന് നല്ല ക്ലാസ്സുകളാണ്. എല്ലാവരും നന്നായിട്ട് അറ്റൻഡ് ചെയ്യണം. ആരും മുടക്കൊന്നും എടുക്കാതെ അറ്റൻഡ് ചെയ്യണം ജിഷാംസിന്റെ ക്ലാസ്സുകള്. പിന്നെ വേറൊരു മിസ് ഉണ്ട്, ഒരു പുതിയ മിസ്സുകൾ വരുന്നുണ്ട്. പിന്നെ ഞാനുണ്ടാവും. ഓക്കെ. ഞാൻ എടുക്കുന്നത് സൈക്കോളജി പോർഷൻസ് ആണ്. ഇത് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ സൈക്കോളജി പഠിപ്പിക്കണ്ടല്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ബുദ്ധിമുട്ട് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഹെൽത്ത് കെയർ തുടങ്ങിയത്. ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഇനി ആ ഒരു ഭാഗം ചൈൽഡ് സൈക്കോളജിയൊക്കെ എടുക്കുള്ളൂ. ഓക്കെ. സൈക്കോളജി അതിന് മുന്നേ പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? മിസ് മോഡ്യൂൾ 3 ആണോ സൈക്കോളജി? ഇതോ ഇത് അല്ല, സൈക്കോളജി മോഡ്യൂൾ 3 ആണോ? അല്ലല്ല, അതായത് ഈ പോർഷൻസുകളൊക്കെ കവർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. സിലബസ് എടുത്തൊന്ന് നോക്കിയോ? ഓക്കെ. അതിലുണ്ടോ? നിങ്ങളെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിലേക്ക് ഒന്ന് ട്രാക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സിലബസ് ചാപ്റ്റേഴ്സ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാവും. പെട്ടെന്ന് ദിവസം ഒന്നും പെട്ടെന്ന് ക്ലിക്ക് ആവണമെന്നില്ല കേട്ടോ.
ഹലോ മിസ്, ഈ ടെസ്റ്റ് വാങ്ങിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം കൂടെ എത്ര രൂപയാവും എന്ന് പറയാൻ പറ്റുമോ? ആരെങ്കിലും വാങ്ങിച്ച കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ. എന്താണ് മോനെ കേട്ടില്ല? 1100 ആണ് നോർമൽ സൈസ് ബുക്സിന്. പ്രീമിയത്തിനാവുമ്പോൾ 1415 ആണ് പറഞ്ഞത്. മറ്റേ ഇനി അല്ല മറ്റേത് ചോദിക്കുകയാണെങ്കിൽ മെസ്സേജ് ചെയ്യൂ കേട്ടോ, ക്ലാസ്സിൽ സംസാരിക്കും. 1100. ഓക്കെ ഓക്കെ താങ്ക് ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്റർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. യൂണിറ്റ് 7 ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയർ എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് ഭാഗമാണ് എന്താണ്? ഇമ്മ്യൂണൈസേഷൻ. ഇതിലെല്ലാ കാര്യങ്ങളും പഠിക്കുന്ന ഭാഗങ്ങളെല്ലാം തന്നെ നമ്മുടെ ലൈഫായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും അങ്ങനെയുള്ള ചാപ്റ്റേഴ്സുകളാണ് എല്ലാവരും കേട്ടോ. നിങ്ങളത് യാതൊരുവിധ ടെൻഷനൊന്നും വേണ്ട, എല്ലാം മനസ്സിലാവുന്ന തരത്തിലാണ് എല്ലാ ചാപ്റ്റേഴ്സുകളും പോകുന്നത്. തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എന്താണ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? പ്രതിരോധ കുത്തിവെപ്പ് അല്ലെ? പ്രതിരോധ കുത്തിവെപ്പ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രതിരോധം എടുക്കുന്നത്, പ്രതിരോധ കുത്തിവെപ്പുകൾ എടുക്കുന്നത്? ഓരോ ഡിസീസസിനെതിരായിട്ട്. ഓരോ അസുഖങ്ങൾക്ക് എതിരായിട്ട് അല്ലെ, ഓരോ ഡിസീസസിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്, പ്രിക്കോഷൻസ് എന്ന നിലയിലാണ് നമ്മൾ പ്രതിരോധ കുത്തിവെപ്പുകൾ എടുക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാം അല്ലെ, എല്ലാവരും അമ്മമാരൊക്കെ തന്നെയാണ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിലേക്ക് കടന്നു പോയവരായിരിക്കാം നിങ്ങൾ എല്ലാവരും തന്നെ, മിക്കവാറും അല്ലെ. കുറച്ചു പേരെല്ലായിരിക്കാം, ആയിക്കോട്ടെ. എന്നിരുന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്തരത്തിലൊരു ഇമ്മ്യൂണൈസേഷൻ പ്രോസസ്സിനെ എന്താണ് കുത്തിവയ്പ്പുകളെ കുറിച്ച് എല്ലാവർക്കും ഒരു അവബോധം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഡിഫ്തീരിയ, പെർtussis ആൻഡ് ടെറ്റനസ്. DPT കേട്ടിട്ടുണ്ടോ നിങ്ങൾ? DPT എന്താണ്? DPT എന്ന് പറയുന്നത് DPT എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫ്തീരിയ, പെർtussis ആൻഡ് ടെറ്റനസ്. അതിനെ നമ്മൾ ഷോർട്ടായിട്ട് പറയുന്നതാണ് DPT എന്ന് പറയുന്നത്. എന്താണ്? പ്രതിരോധ കുത്തിവെപ്പുകളാണ്. ഇത് മൂന്നും പ്രതിരോധ കുത്തിവെപ്പുകളാണ്. ഓക്കെ, ഈ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഭാഗം ഒരാളൊന്ന് വായിച്ചേ. ഫസ്റ്റ് ഭാഗം ഒന്ന് വായിച്ചേ. രാധിക, രാധിക കേൾക്കുന്നുണ്ടോ? ഒന്ന് വായിച്ചല്ലോ. Immunization against these three diseases is given in one connected shot. The DPT shot, the first is given when the baby is 6 weeks old, followed by a second at 10 weeks and a third at 14 weeks, at 18 months, and again at 4.5 years. A booster DPT shot is given between the age of 12 and 14 years. The child is given a booster for diphtheria and tetanus, but not for Pertussis. ഓക്കെ, ശരി. എന്താണ് അവിടെ പറയുന്നത്? ഇമ്മ്യൂണൈസേഷൻ അഗെയിൻസ്റ്റ് ദീസ് ത്രീ ഡിസീസസ്. അതായത് ഇതെല്ലാം 3 ഡിസീസസ് ആണ് അല്ലെ? ഡിഫ്തീരിയ, പെർtussis ആൻഡ് ടെറ്റനസ്. ഇതെല്ലാം കൂടി കണക്ട് ചെയ്ത് കൊടുക്കുന്ന ഡോസ് ആണ് എന്ത്? DPT ഷോട്ട് എന്ന് പറയുന്നത് അല്ലെ? DPT പ്രതിരോധ കുത്തിവെപ്പ് എന്ന് അറിയപ്പെടുന്നത്. ഫസ്റ്റ് ഗിവൺ ഇൻ ബേബി. ഇത് എപ്പോഴാണ് ആദ്യമായി നൽകുന്നത് കുട്ടിക്ക്? എപ്പോഴാണ് ആദ്യമായി നൽകുന്നത്? 6 മാസത്തിൽ. 6 വീക്ക് പ്രായമുള്ള സമയത്താണ് കുഞ്ഞിന് ഇതിന്റെ ഫസ്റ്റ് ഡോസ് കൊടുക്കുന്നത്. അത് ഫോളോ ചെയ്യുന്നത്. ഫോളോഡ് ബൈ സെക്കൻഡ് അറ്റ് ഏത് പീരീഡിലാണ്? ഒരു
10 ആഴ്ച കഴിയുമ്പോൾ പിന്നീട് കൊടുക്കുന്നു. Then and a third at 14 weeks. തേർഡ് ഡോസ് എപ്പോഴാണ് കൊടുക്കുന്നത്? 14 ആഴ്ചയിലും കൊടുക്കുന്നത്. 3 ഡോസ് ആയിട്ടാണ് DPT ഡോസ് കൊടുക്കുന്നത് അല്ലേ? ഏത് സമയത്തൊക്കെയാണ്? 6 വീക്സില്, 10 വീക്സിൽ ആൻഡ് 14 വീക്സ്. അതിനുശേഷം 18 months അല്ലെ? 18ാമത്തെ മാസം ആൻഡ് again like 4.5 years അല്ലെ? 4.5 വയസ്സില് എന്താണ് കൊടുക്കുന്നത്? DPT ബൂസ്റ്റർ കൊടുക്കുന്നു അല്ലെ? DPT ബൂസ്റ്റർ പ്രതിരോധ കുത്തിവയ്പ്പ് കൊടുക്കുന്നു. അതിനുശേഷം 18ാമത്തെ മാസം അല്ലെ? ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 12 and 14 എന്താണ്? 12 വയസ്സിനും 14 വയസ്സിനുള്ള ഇടയ്ക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ബൂസ്റ്റർ ഡോസ് ഡിഫ്തീരിയക്കും ടെറ്റനസിനുമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഏജും വീക്സും ഇതൊന്നും ഓർത്ത് വെക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻസ് വരുള്ളൂ. പുറത്തുനിന്നൊന്നും വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. ഒബ്ജക്റ്റീവ് ടൈപ്സ് ആയിരിക്കും ക്വസ്റ്റ്യൻസ്. അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഏതൊക്കെ മാസം ഏതൊക്കെ വീക്സിലാണ് കൊടുക്കണെന്നുള്ളത് ക്ലിയർ ആണോ? എന്താണ് ഡിഫ്തീരിയ? എന്താണ് ഡിഫ്തീരിയ എന്ന് പറയുന്നത്? നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻസ് തരുന്നത് ഒന്ന് കുറച്ചുകൂടി നിങ്ങൾക്ക് അത് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നിനെ കുറിച്ച് എക്സ്പ്ലനേഷൻസ് കുറച്ച് കൂടുതൽ തരുന്നത് കേട്ടോ. ഡിഫ്തീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? തൊണ്ടമുള്ള് അല്ലെ? ഡിഫ്തീരിയ എന്ന് അറിയപ്പെടുന്ന പേരാണ് തൊണ്ടമുള്ള്. ഇതെങ്ങനെയാണ് വരുന്നത്? അതായത് നമ്മൾ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണിത് തൊണ്ടമുള്ള അഥവാ ഡിഫ്തീരിയ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ തൊണ്ടയിലെയും മൂക്കിലെയും അല്ലെ? തൊണ്ടയിലെയും മൂക്കിലെയും ശ്ലേഷ്മ ചർമ്മത്തിൽ ഉണ്ടാകുന്ന രോഗമാണെന്ത്? ഡിഫ്തീരിയ എന്ന് പറയുന്നത്. മനുഷ്യന്റെ തൊണ്ടയിലെയും മൂക്കിലെയും ശ്ലേഷ്മ ചർമ്മത്തില് ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ്. ആ ശ്ലേഷ്മ ചർമ്മത്തെ ബാധിക്കുന്ന രോഗാവസ്ഥയാണ് എന്ത് പറയുന്നത്? ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ള എന്ന് പറയുന്നത്. ഇതൊരു ബാക്ടീരിയൽ രോഗമാണ്. ഒരു ബാക്ടീരിയയാണ് തൊണ്ടമുള്ള എന്ന രോഗം പരത്തുന്നത്. ആ ബാക്ടീരിയയുടെ പേരെന്താണ്? ബാക്ടീരിയം ഡിഫ്തീരിയ അല്ലെ? ക്രോണി ബാക്ടീരിയ. ബാക്ടീരിയയുടെ പേരുകൾ നോട്ട് ചെയ്യാം കേട്ടോ. ബാക്ടീരിയയുടെ പേര് നോട്ട് ചെയ്യുക. ക്രോണി ബാക്ടീരിയം CORYNEBACTERIUM. ക്രോണി ബാക്ടീരിയം CORYNEBACTERIUM. ക്രോണി ബാക്ടീരിയം ഡിഫ്തീരിയ കേട്ടോ. അപ്പൊ ഡിഫ്തീരിയ പകർത്തുന്ന ബാക്ടീരിയയുടെ പേരാണ് ക്രോണി ബാക്ടീരിയം ഡിഫ്തീരിയ. എന്താണ്? മനുഷ്യന്റെ തൊണ്ടയിലെയും മൂക്കിലെയും ശ്ലേഷ്മ ചർമ്മത്തിൽ ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയെയാണ് നമ്മള് തൊണ്ടമുള്ള അഥവാ ഡിഫ്തീരിയ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത്? എന്തൊക്കെയാണ് ഇതിന്റെ രോഗലക്ഷണങ്ങള്? എന്തൊക്കെയായിരിക്കാം? ചുമ, തുമ്മൽ, തൊണ്ടവേദന, പനി. പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രോട്ട് പെയിൻ ആണ് അല്ലെ? തൊണ്ടവേദന അല്ലെ? പ്രധാന ലക്ഷണം തൊണ്ടവേദന. അതുപോലെ തന്നെ എന്താണ്? കഠിനമായ പനി അല്ലെ? ഫീവർ, ക്ഷീണം, എക്സ്ട്രീം ടയർഡ്നെസ് തോന്നുന്നു. അപ്പൊ ഇത്തരത്തിലാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്ന സിംറ്റംസ് എന്ന് പറയുന്നത്. ഇതൊരു ബാക്ടീരിയൽ രോഗമാണ്. ക്രോണി ബാക്ടീരിയം ഡിഫ്തീരിയയാണ് ഈ ഒരു അസുഖം പരത്തുന്ന ബാക്ടീരിയ. ഇത് സിംറ്റംസ് എന്ന് പറയുന്നത് എന്താണ്? തൊണ്ടവേദന അല്ലെങ്കിൽ പനി അല്ലെങ്കിൽ തുമ്മല്, ചുമ തുടങ്ങിയ ലക്ഷണങ്ങളിലൂടെയാണിത് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലൊരു അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്തെടുക്കുന്നത്? DPT ഷോട്ടുകൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഡിഫ്തീരിയ എന്താണെന്ന് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഡിഫ്തീരിയ എന്താണെന്ന് ക്ലിയർ ആണോ?
യെസ് മിസ്. യെസ് എസ് മിസ് ഒന്ന് ഉറപ്പാന്ന് പറഞ്ഞേക്കണേ. Yes, miss. യെസ്. Then pertussis. Pertussis. എന്താണ് pertussis എന്ന് പറഞ്ഞാല്? Pertussis. വില്ലൻ ചുമ അല്ലേ? വില്ലൻ ചുമ. തുടർച്ചയായുള്ള കണ്ടിന്യൂസ് കോഫിംഗ്. ആ ഓക്കെ. pertussis നിങ്ങൾക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടോ? No, ma'am. No. വന്നിട്ടില്ല. No, ma'am. No. ഓക്കെ. എങ്ങനെയാണ് pertussis വരുന്നത്? അലർജറ്റിക് ആണോ മാം? അലർജറ്റിക് ആണ്. കഫം. ട്യൂബർകുലോസിസ്. എന്താണ്? ട്യൂബർകുലോസിസ്. ട്യൂബർകുലോസിസ് ആണോ? ആലോചിച്ച് നോക്കിയേ. കണ്ടിന്യൂസ്. എന്താണ്? കണ്ടിന്യൂസ് കഫ് അല്ലേ? കണ്ടിന്യൂസ് കഫ്. കഫക്കെട്ട് കൂടുതലാവുമ്പോഴല്ലേ? കഫക്കെട്ട് കൂടുതലാകുന്നു. ഓക്കെ. Cough may be last for a few seconds. യെസ്. ഓക്കെ ശരിയാണ് അല്ലേ? ഇതൊരു ബാക്ടീരിയ പരത്തുന്ന ഒരു രോഗമാണെന്ത്? പെർtussis അല്ലെ? ബാക്ടീരിയയും അതെ പെർtussis അതെ എന്താണ് ബാക്ടീരിയൽ രോഗമാണ്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണ് പെർtussis അഥവാ വൂഫിംഗ് കോഫ് അല്ലെ? അതായത് ഈ വൂഫിംഗ് കോഫ് എന്ന് വരാനുള്ള കാരണം എന്താണ്? മ്യൂട്ട് ചെയ്യണേ ഫാത്തിമ, മ്യൂട്ട് ചെയ്യണേ. ഓക്കെ. അതായത് ഇത് ഈ ഒരു ചുമയില് ഒരു ശബ്ദമുണ്ട്, ഒരു വൂഫിംഗ് സൗണ്ട് അല്ലെ? ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനാലാണ് അതിനെ വൂഫിംഗ് കോഫ് എന്ന പേരിലോ അറിയപ്പെടുന്നത്. ഓക്കെ. ആ ചുമയ്ക്ക് ഒരു പ്രത്യേകതരം ശബ്ദമാണ് അതിൽ നിന്ന് പുറപ്പെടുന്നത്. അപ്പൊ അതിനാൽ തന്നെയാണ് അതിനെ വൂഫിംഗ് കോഫ് എന്ന പേരിലോ കഫ് എന്ന പേരിലോ അറിയപ്പെടുന്നത്. ഓക്കെ. ഇപ്പൊ ഇതൊരു ബാക്ടീരിയൽ രോഗമാണ്. ബാക്ടീരിയയാണ് ഇത് പരത്തുന്നത്. ഏത് ബാക്ടീരിയയാണ് pertussis ഉണ്ടാക്കുന്നത്? ഏത് ബാക്ടീരിയയാണ്? Bordetella pertussis. യെസ്. Bordetella pertussis. Bordetella pertussis. സ്പെല്ലിംഗ് ഒന്ന് പറയാവോ? ഓക്കെ. BORDE BORDETTELLA. ബോർഡെറ്റെല്ല. ഒന്നുകൂടി പറയാട്ടോ, ശ്രദ്ധിക്കണേ. BORDETTELLA. Bordetella pertussis. Bordetella pertussis. മാം എന്റെ മോൾക്കുണ്ടായിരുന്നു ആ ചുമ. എന്റെ മകൾക്കുണ്ടായിരുന്നു ഈ ചുമ. ഉണ്ടായിരുന്നു. ഓക്കെ. എന്തൊക്കെയായിരുന്നു സിംറ്റംസ് അതിന്റെ ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ടൈം ഒരു പനിയാണ് വരിക. ആ പനി നല്ല സ്ട്രോങ് ഇല്ലാത്തൊരു പനി. അത് കഴിഞ്ഞാൽ ചുമ പിന്നെ നീണ്ടു നിൽക്കുകയാണ്, ശ്വാസം കിട്ടാതാവുക. അവസാനം ചെറുതായിട്ടൊന്ന് ഛർദിക്കാന്ന് വെച്ചാല് തോന്നുന്നുണ്ടാവില്ല. ഒരു കഫവും അല്ല തുപ്പലും അല്ലാത്തൊരു തരത്തിലുള്ളത്. ഇത് ഒരു സൗണ്ടും ഉണ്ടാകും. 3 മാസം നീണ്ടു നിൽക്കുന്നതായിരുന്നു ഈ ചുമ. അതിനുശേഷം എങ്ങനെയാലും മാറുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പൊ സുഖമായി. ഇതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് അറിയാമോ? എങ്ങനെയാണ് ഈ ഒരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്? നമ്മുടെ മൂക്കിലൂടെയും
അതുപോലെ തന്നെ ത്രോട്ട് ആൻഡ് നോസ് അല്ലെ. നോസ്, ത്രോട്ട്, മൗത്ത്, ഈ 3 ഭാഗങ്ങളിലൂടെയാണ് ഈ ബാക്ടീരിയ നമ്മുടെ അകത്തേക്ക് എത്തുന്നത് അല്ലെ. അതായത് ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗമാണ്. അതായത് ആ രോഗി തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ ആ ടിനി ബാക്ടീരിയ അല്ലെ അയാളുടെ ആ തുമ്മലിലൂടെ എന്താണ് ടിനി ബാക്ടീരിയ മറ്റൊരാളിലേക്ക് പകരുന്നു. അങ്ങനെ ഈ രോഗം സ്പ്രെഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ദെൻ എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാന സിംറ്റംസ് എന്ന് പറയുന്നത്? എന്തൊക്കെ ലക്ഷണങ്ങളാണ് പെർtussis കാണിക്കുന്നത്? പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഉണ്ടാകും അല്ലെ. കഫ് ഉണ്ടാകും, ദെൻ വോമിറ്റിംഗ് ഉണ്ടാവും. പിന്നെ എന്തൊക്കെയാണ്? സ്നീസിങ് അല്ലെ, തുമ്മൽ ഉണ്ടാകും. പിന്നെന്താണ്? ക്ഷീണം അല്ലെ, ടയേർഡ്നെസ് ഉണ്ടാകും. പിന്നെന്താണ്? പിന്നെ അറിയില്ല എന്തൊക്കെയാണ് അതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത്? പനിയുണ്ടോ? യെസ്, പനി ഉണ്ടാകും. യെസ്, ഒരു ചുമയിലൂടെയാണ് ഇത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. പനി, വോമിറ്റിംഗ്, സ്നീസിങ് അങ്ങനെ തുടങ്ങി അങ്ങനെയാണ് ഇതിന്റെ സിംറ്റംസ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. ഈ ബാക്ടീരിയ ഉള്ളിൽ ചെന്നതിന് ശേഷം ഏകദേശം ഒരു 6 വീക്സിനുള്ളിലൊക്കെ തന്നെയായിരിക്കും ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും കാണിക്കുന്നത്. ഓക്കെ, ഓക്കെ. അപ്പൊ എന്താണ് പെർtussis എന്ന് മനസ്സിലായോ? വില്ലൻ ചുമ. യെസ്, ഏത് ബാക്ടീരിയയാണ് പെർtussis പരത്തുന്നത്? ഏത് ബാക്ടീരിയയാണ്? ബോർഡറ്റെല്ല പെർtussis. യെസ്, പെർtussis പരത്തുന്നത്. അടുത്തത് നിങ്ങൾക്ക് അറിയാലോ, ടെറ്റനസ്. ടെറ്റനസ് കേട്ടിട്ടുണ്ടല്ലോ. ടെറ്റനസ് എന്താണ്? ടെറ്റനസ് നമ്മൾ TT എടുക്കാൻ പറയാറില്ലേ? ടെറ്റനസ്. ടെറ്റനസ് ഓക്കെ. ടെറ്റനസിന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? ലോക്ജോ അഥവാ കുതിരസന്നി എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ടെറ്റനസിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണെന്ത്? ലോക്ജോ. ഓക്കെ, അതായത് നമ്മളുടെ ഈ രോഗം എവിടെയാണ് നമ്മളെ ബാധിക്കുന്നത്? നമ്മളുടെ പേശികളിലാണ് അല്ലെ, നമ്മുടെ മസിൽസിനെയാണ്. പേശി തന്തുക്കളുടെ സങ്കോചം അല്ലെ, പേശി തന്തുക്കളിലെ ദീർഘകാല സങ്കോചത്തെ കൊണ്ടുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ടെറ്റനസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പേശികളെ ബാധിക്കുന്ന ഒരു രോഗമാണെന്ത്? ടെറ്റനസ് എന്ന് പറയുന്നത്. ക്ലോസ്ട്രിഡിയം ടെറ്റനി. ക്ലോസ്ട്രിഡിയം ടെറ്റനി. ക്ലോസ്ട്രിഡിയം ടെറ്റനി എന്ന ബാക്ടീരിയയാണ് എന്ത് പരത്തുന്നത്? ടെറ്റനസ് പരത്തുന്നത്. ക്ലോസ്ട്രിഡിയം ടെറ്റനി. ക്ലോസ്ട്രിഡിയം ടെറ്റനി. ക്ലോസ്ട്രിഡിയം ടെറ്റനി എന്ന ബാക്ടീരിയയാണ് ടെറ്റനസ് പരത്തുന്നത്. ഇത് എങ്ങനെയാണ്? എന്തോ കേട്ടില്ലടോ. ആ വൈറസിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറയുമോ? എഴുതാൻ സ്പെല്ലിംഗ് പറയണം. സ്പെല്ലിംഗ് എന്താണ്? ക്ലോസ്. ക്ലോസ്ട്രിഡിയം. ട്രിഡിയം. 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 എഴുതി നോക്ക്. ട്രിഡിയം പറഞ്ഞോ. ടി അല്ല വരാ? TRADIUM ആണ്. ക്ലോസ്ട്രിഡിയം ടെറ്റനി. ടെറ്റനി പറഞ്ഞങ്ങടെ എഴുതി നോക്കണോ? ശരിയാവും. അല്ല, പറയുന്നത് ക്ലിയർ ആവുന്നില്ല. അപ്പൊ ആ സ്പെല്ലിംഗ് അവിടെ തെറ്റുമോ എന്നുള്ള ഒരു ഇതിൽ ചോദിച്ചതാ. ഓക്കെ ഓക്കെ ഓക്കെ. CLOSTRIDIUM അത്ര എഴുതിയോ? ഓക്കെ. ടെറ്റനി. TETANI. TETANI
ടെറ്റനി, ക്ലോസ്ട്രിഡിയം ടെറ്റനി. അല്ലേ? ഇതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഈ ഒരു ബാക്ടീരിയ പകരുന്നത് എങ്ങനെയാണ്? അതായത് ആഴം കൂടിയ മുറിവിൽ കൂടിയാണ് കേട്ടോ. ആഴം കൂടിയ മുറിവുകളിലൂടെയാണ് സാധാരണയായിട്ട് ഈ ഒരു അല്ലെ ഈ ഒരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. എന്താണ്? ആഴം കൂടിയ മുറിവുകളിൽ കൂടിയാണ് ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആഴം കൂടിയ മുറിവ് എന്ന് പറയുമ്പോൾ എന്താണ്? മുറിവുകൾ. മുറിവുകൾ അല്ലെ? ഓക്കെ. ആഴം കൂടിയ മുറിവിൽ കൂടിയാണ് ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ എത്തിയിട്ട് ടെറ്റനസ് എന്ന അസുഖം നമുക്ക് പകർത്തുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയ നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ പേശികളൊക്കെ മസിൽസ് ഒക്കെ എന്താണ് ഉയർത്തുന്നതിനും താഴ്ത്തുന്നതിനൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. മ്യൂട്ടേനെ ഒന്നുകൂടി പറയാമോ മിസ്സേ? എഴുതിയിരുത്തിയാണോ? അതായത് ആഴം കൂടിയ മുറിവിൽ കൂടിയാണ് സാധാരണയായി ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നോട്ട്സ് എഴുതിയാൽ മതി കേട്ടോ. ഞാൻ പറയുന്ന അതേ വാർത്തകൾ തന്നെ എഴുതണ്ട. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കി എഴുതാം. ഇത് നമ്മളുടെ താടിയല് അല്ലേ? നമ്മൾ താടിയല്, ഇവിടെയുള്ള താടിയലില്ലേ, അതിന്റെ സങ്കോചത്തിനാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അതായത് ഈ അണുബാധയുടെ ഫലമായിട്ട് നമ്മുടെ താടിയലിന് ചുറ്റുമുള്ള ഈ ഒരു ഭാഗത്ത് എന്താണ്? ഈ ഭാഗത്തെ പേശികളുടെ സങ്കോചം മരവിപ്പിക്കുന്നു. അപ്പൊ എന്താണ് നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നു? ഈ ഭാഗത്ത് എന്ത് പറ്റുന്നു? ഈ ഭാഗം ഉയർത്താനോ ഉയർത്താൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാവുന്നത്. ഈ ഭാഗം മരവിച്ചു പോയി താടിയലിന് പേശികളില് ഉണ്ടാവും. മ്യൂട്ടേണേ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്? പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇതിനറിയപ്പെടുന്ന മറ്റൊരു പേരാണെന്ത്? ലോക്ചോ എന്നറിയപ്പെടുന്നത്. ഇങ്ങനെ താടിയലിലും മരവിപ്പ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെയാണ് ഈ രോഗത്തെ ലോക്ചോ എന്ന പേരില് മറ്റു രാജ്യങ്ങൾ, പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇത് അറിയപ്പെടുന്നത്. അതായത് കുതിരസന്നി. ലോക്ചോ എന്ന് പറഞ്ഞാല് കുതിരസന്നി. അതായത് കുതിരകളുടെ താഴെ ഇങ്ങനെ കണ്ടിട്ടില്ലേ നിങ്ങള്? കുതിരകളെ കണ്ടിട്ടുണ്ടോ? തൂങ്ങിക്കിടക്കുന്നത് തൂങ്ങിയെടുക്കും അല്ലെ? പേശികൾക്ക് നിങ്ങളുടെ സങ്കോചമില്ലാതെ ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ എന്താണ് തൊലി ഇങ്ങനെ താഴെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ആ ഒരു അവസ്ഥയാണ് എന്ത്? ടെറ്റനസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഈ ഒരു അസുഖത്തെ പറയുന്ന പേരാണ് ലോക്ചോ എന്ന പേരില് അറിയപ്പെടുന്നത്. നിങ്ങളിതൊന്നും അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയണതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ടെറ്റനസ് എന്ന വാക്സിൻ ഉപയോഗിച്ചിട്ടാണ് ഈ രോഗത്തെ ഒരു പരിധി വരെ നമ്മള് പ്രതിരോധിക്കാൻ കഴിയുന്നത് അല്ലെ? ഏത് വാക്സിനാണ്? ടെറ്റനസ് എന്ന വാക്സിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മള് ഈ ടെറ്റനസ് രോഗത്തെ ഒരു പരിധി വരെ പ്രതിരോധിക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ടെറ്റനസ് എന്ന് പറഞ്ഞാല്? എന്താണ് ടെറ്റനസ്? ബാധിക്കുന്ന ഒരു രോഗമാണ്. പേശിജന്തുക്കളെ ബാധിക്കുന്ന ഒരു രോഗമാണ് ടെറ്റനസ് അല്ലെ? ഏത് ബാക്ടീരിയ ആണ് ഇത് പരത്തുന്നത്? ക്ലോസ്ട്രീഡിയം. ഓക്കെ. ആഴം കൂടിയ മുറിവുകളിലൂടെയാണ് ഇത് ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. വെരി ഗുഡ്. ഓക്കെ, ഇപ്പൊ ടെറ്റനസ് എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായി. എടുക്കുന്ന ഭാഗങ്ങള് അന്നന്ന് വായിച്ചു പോകണം കേട്ടോ. കൂട്ടി വെക്കരുത്. നിങ്ങൾ എക്സാമിന് മുട്ടയിടോ. ഓക്കെ,
നെക്സ്റ്റ് വരുന്നതാണ് എന്താ? ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ പറഞ്ഞ എന്താണ്? ഡിഫ്തീരിയ, പെർtussis ആൻഡ് ടെറ്റനസ്. ഇതിന് ഈ 3 ഡിസീസസ് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് DPT ഷോട്ട് നൽകുന്നത്. ഓക്കെ, അപ്പോ DPTയുടെ ഫുൾ നെയിം എന്താണ്? എന്താണ് DPTയുടെ ഫുൾ നെയിം? ഡിഫ്തീരിയ, ഓക്കെ. അപ്പൊ അത് ആദ്യത്തെ 6 ആഴ്ചയിലാണ് ആദ്യം നൽകുന്നത്. ദെൻ സെക്കൻഡ് ഡോസ് 10ാം ആഴ്ചയിലും, ദെൻ തേർഡ് ഡോസ് എപ്പോഴാണ്? 14 weeks. പിന്നീട് എപ്പോഴാണ്? പിന്നീട് ഏത് സമയത്താണ് ഇത് കൊടുക്കുന്നത്? 18 months. പിന്നെ ബൂസ്റ്റർ ഡോസ് 4.5 years, 12 to 14 years. ഓക്കെ, ദെൻ അപ്പൊ ആ ഭാഗം ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഭാഗം നോക്കാലോ. പോളിയോമൈലിറ്റിസ്. എന്താണ്? ഇൻഫന്റൈൽ പാരാലിസിസ്. പോളിയോ കേട്ടിട്ടുണ്ടോ? പോളിയോ ഉണ്ട്. എന്താണ് പോളിയോ? ചെറിയ കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് എന്നൊക്കെ പറയും. അസുഖങ്ങളിൽ നിന്ന് പ്രതിരോധം കിട്ടാൻ വേണ്ടിയിട്ടുള്ള. എന്ത് അസുഖങ്ങളിൽ നിന്നും? ഉള്ളവാദമല്ലേ? കാലുകളുടെ ബലക്കുറവാണ്. പിള്ളവാതം എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട് അല്ലേ? ഓക്കെ, polio vaccine is given along with the 3 DPT doses followed by 2 boosters, one at 1.5 years and second at 4.5 years. എന്താണ് പറയുന്നത്? പോളിയോ വാക്സിൻസ് എപ്പോഴാണ് എടുക്കുന്നത് പറയുന്നത്? DPT ഡോസസ് പോലെ തന്നെ ഫോളോ ചെയ്യുന്നതാണ് എന്ത്? പോളിയോ വാക്സിൻ അല്ലേ? ഇത് ആദ്യം ഏതൊരു ടൈമിലാണ് എടുക്കേണ്ടത്? ഫസ്റ്റ് ഏത് ടൈമിലാണ്? 1.5 years അല്ലെ? 1.5 വയസ്സിൽ അല്ലെ? അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? 1.5 years. ഡോസ് എപ്പോഴാണ്? 4.5 വയസ്സിൽ അല്ലെ? 4.5 years. പോളിയോ എടുക്കേണ്ടത് എപ്പോഴാണ്? 1.5 വയസ്സിലും അതുപോലെ തന്നെ 4.5 വയസ്സിലുമാണ് ആദ്യത്തെ ഡോസുകൾ നൽകേണ്ടത്. ഓക്കെ, ക്ലിയർ ആണ്? ഇനി എന്താണ് പോളിയോ എന്ന് പറഞ്ഞാല്? ഇതൊരു ബാക്ടീരിയൽ രോഗമാണോ വൈറസ് രോഗമാണോ? അതെ, ഓക്കെ. പോളിയോ ഒരു വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് എന്ത്? പോളിയോ വൈറസിസ് എന്ന് പറയുന്നത് അല്ലേ? എന്നാല് ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേക എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഇത് കാണിക്കുന്നുണ്ടോ? കാലുകളൊക്കെ ശോഷിച്ച്, കാലുകള് ബലക്കുറവ്, വളവ് ഒക്കെ വരുന്ന എന്താണ്? ക്ലിയർ അല്ല, കുറച്ച് പറയൂ. കാലുകൾക്ക് വളവൊക്കെ കാലുകൾക്ക് വീഴാൻ നോക്കുന്ന കുട്ടി, വീഴാൻ നോക്കുക. നിങ്ങൾ പറയുന്നത് ക്ലിയർ ആക്കില്ല കേട്ടോ. ബലമില്ലാത്ത കാലുകൾക്ക് ബലക്കുറവ് അല്ലേ ടീച്ചറെ? യെസ്, കാലുകൾക്കൊന്നും ബലമില്ലാത്തൊരവസ്ഥ അല്ലെ? സ്ട്രോങ്ങർ ആയിരിക്കില്ല, കാരണം കുഴഞ്ഞു വിടാനുള്ള സാധ്യത ഉണ്ടാവും. പിന്നെ എന്തൊക്കെയാണ്? മെലിഞ്ഞ കാലായിരിക്കും. യെസ്, മെലിഞ്ഞ കാലായിരിക്കോ പോളിയോ വന്നാല്? ആണോ? അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് സംശയം വരും അല്ലെ? ആണോന്ന് ചോദിച്ചാൽ സംശയം. ഉറച്ചു പറഞ്ഞോ, നിങ്ങൾക്ക് അറിയാവുന്നത് ഉറച്ചു പറഞ്ഞോ. പോളിയോ ബാധിച്ച കൈകാലുകൾ എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്? നടക്കാൻ പറ്റാത്ത അവസ്ഥയാണോ? യെസ്, നടക്കാനൊക്കെ ശോഷിച്ചു വരുന്നല്ലേ? പോളിയോയില് കാല് ശോഷിച്ചു വരുന്ന അവസ്ഥ, ചുരുങ്ങുന്ന അവസ്ഥ, മണ്ണുള്ളാത്ത അവസ്ഥയുണ്ടാവും. ഓക്കെ, അപ്പൊ ഒരു പോളിയോ തടയാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് എന്താണ്? വാക്സിനേഷൻ ആണ് അല്ലെ? പോളിയോ വരാതിരിക്കാനായിട്ട് തടയാനുള്ള പ്രതിരോധ മാർഗം എന്ന് പറയുന്നത് എന്താണ്? വാക്സിനേഷൻ ആണ്. ഓക്കെ,
ഇന്നും നമ്മൾ പോളിയോ കേസുകൾ ജീവിച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാമോ? ഇന്നും പോളിയോ കേസുകൾ ജീവിച്ചിരിക്കുന്നോ? ഉണ്ടോ? അതായത് പോളിയോ ബാധിച്ച ആൾക്കാരുണ്ടോ ഇപ്പോഴും നമ്മുടെ രാജ്യത്ത്? ഉണ്ടോ? ഉണ്ട്. ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ ചില കേസുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ? പക്ഷെ എന്നിരുന്നാലും രോഗബാധിതരുടെ എണ്ണം ഈ വാക്സിൻ എടുക്കുന്നതിനാൽ തന്നെ രോഗബാധിതരുടെ എണ്ണം ഗണ്യമായിട്ട് കുറയുകയും ചെയ്യുന്നുണ്ട്. ചില രാജ്യങ്ങളിൽ ഇത്തരം കേസുകൾ ഉണ്ടെങ്കിലും എന്നാൽ എന്താണ് ഒരുപാട് അധികം എണ്ണം കൂടുന്നില്ല അല്ലെ? വാക്സിനേഷൻ ചെയ്യുന്നതിനാൽ തന്നെ ഇത് ഒരു പരിധി വരെ നമുക്ക് പ്രതിരോധിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എത്ര ഡോസസുകളാണ് ഒരു പോളിയോ എടുക്കേണ്ടത്? എത്ര ഡോസസുകളാണ് എടുക്കേണ്ടത്? ഇപ്പൊ ഇവിടെ 4.5 വരെയല്ലേ പറഞ്ഞത്? അതെ. ഓക്കെ, അല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം ബാക്കിയുള്ളത്? ബാക്കി ഡോസുകൾ എപ്പോഴാണ് എടുക്കേണ്ടത് അറിയാമോ? നിങ്ങളുടെ കയ്യില് കുഞ്ഞുങ്ങളുടെ ബർത്തിന്റെ ഒരു ചാർട്ട് ഉണ്ടാവില്ലേ? ഹോസ്പിറ്റൽ ചാർട്ട്, വാക്സിനേഷൻ ചാർട്ട് ഇല്ലേ നിങ്ങളുടെ കയ്യില്? കുഞ്ഞുങ്ങളുടെ ഇല്ലേ? ഒട്ടുമിക്കരുടെ കയ്യിലുണ്ടാവും. പിന്നെ 10 വയസ്സിലല്ലേ ടീച്ചറെ? അപ്പൊ ഇന്ന് എന്താ ചെയ്യേണ്ടത്? ആ ചാർട്ട് എടുത്ത് നോക്കാം. നോക്കിയിട്ട് അതിലെന്തെല്ലാം കാര്യങ്ങളാണ് കൊടുക്കുന്നത് അനലൈസ് ചെയ്ത് വെക്കുക കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം. അതൊന്ന് നോക്കി വെക്കുക കേട്ടോ. നിങ്ങളത് സിസ്റ്റം കാർഡെന്ന രീതിയിൽ ചിലപ്പോൾ നോക്കിയിട്ടുണ്ടാവും. ചിലപ്പോൾ ചിലര് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്ത് വായിച്ച് ചെയ്യുന്നവരുണ്ടാവും. ചിലര് നോക്കിയിട്ടുണ്ടാവില്ല അല്ലെ? എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലേ? ജനിച്ച ഉടനെ തന്നെ വാക്സിനേഷൻ. അതായത് നമ്മള് ഏകദേശം 4 പോളിയോ കുത്തിവയ്പ്പുകളാണ് നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് നമുക്ക് നൽകുന്നത് അല്ലെ? 4 ഡോസെങ്കിലും തരാറുണ്ട്. അതായത് 2 മാസം പ്രായമുള്ളപ്പോൾ ആദ്യ ഷോട്ട് നൽകുന്നു അല്ലെ? 2 മാസം കുഞ്ഞിന് പ്രായമുള്ളപ്പോൾ ആദ്യ ഷോട്ട് നൽകുന്നു. ഇത് 4ാമത്തെ മാസം ആകുമ്പോൾ എന്താണ്? 2ാമത്തെ ഷോട്ട് നൽകുന്നു. ആദ്യം 2ാമത്തെ മാസത്തില് ആദ്യ ഷോട്ട്, 4th മന്ത് ആകുമ്പോൾ അതിന്റെ സെക്കൻഡ് ഷോട്ട് കൊടുക്കുന്നു. പിന്നെ എപ്പോഴാണ് അത് കൊടുക്കുന്നത്? പോളിയോ പിന്നെ എപ്പോഴാണ് കൊടുക്കുന്നത്? എപ്പോഴാണ്? 1 ഇയറിലാണോ? 1.5 വയസ്സില്. 6 മാസം 18 മാസത്തിനും ഇടയിലാണ് ഡോസ് കൊടുക്കുന്നത് കേട്ടോ. 6 മാസത്തിനും 18 മാസത്തിനും ഇടയിലാണ് അതിന്റെ 3ാമത്തെ ഷോട്ട് കൊടുക്കുന്നത്. 4 വയസ്സിനും 6 വയസ്സിനും ഇടയിൽ ഒരു ബൂസ്റ്റർ ഷോട്ടും കൂടി, ഒരു പോളിയോ ബൂസ്റ്റർ ഷോട്ടും കൂടി കൊടുക്കുന്നുണ്ട്. അതായത് 6 മാസത്തിനും 18 മാസത്തിനും ഇടയിലും ഒരു തേർഡ് ഷോട്ട് കൊടുക്കുന്നു. 4 വയസ്സിനും 6 വയസ്സിനും ഇടയിലായിട്ടൊരു ബൂസ്റ്റർ ഡോസ് ആണ് പ്രതിരോധത്തിനായിട്ട്, പോളിയോ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, സംസാരിക്കുന്നേ വേറൊരു സൗണ്ട് കൂടെ വന്നിട്ട് കേൾക്കുന്നില്ല കേട്ടോ. എന്താണ്? വേറൊരു സൗണ്ടും കൂടെ വരുന്നുണ്ട്, അതുകൊണ്ട് ക്ലിയർ ആവുന്നില്ല. ക്ലാസ്സിലെ പോയി കണ്ടോ? പോയി. ഓക്കെ, അപ്പൊ എന്താണ് പോളിയോ മനസ്സിലായോ? പോളിയോ നെക്സ്റ്റ് വരുന്നത് സംസാരിക്കുന്നത് കേട്ടോ. ക്ലാസ്സിലെ മ്യൂട്ട് ചെയ്യാതെ ആരും സംസാരിക്കുന്നുണ്ട്. നിഷ പ്ലീസ് മ്യൂട്ട്. നിഷ ഓക്കെ. അടുത്തത് എന്താണ്? മീസിൽസ്. മീസിൽസ് എന്താണ്? മീസിൽസ് 5ാം പനി. യെസ്,
അഞ്ചാം പനി, മീസിൽസ്, അഞ്ചാം പനി അല്ലേ? ഇതിനെ മറ്റൊരു പേരും പറയുന്നത് എന്താണ്? റൂബിയോള. റൂബിയോള എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. റൂബിയോള. മീസിൽസ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റൂബിയോള. റൂബിയോള. ഓക്കെ. ഇതൊരു വൈറസ് രോഗമാണ് അല്ലെ? ഇതൊരു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണെന്ത്? അഞ്ചാം പനി എന്ന് പറയുന്നത്. എന്താണ് ഇതിന്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത്? എന്തൊക്കെയാണ് അഞ്ചാം പനിയുടെ ലക്ഷണങ്ങള്? പനി ഉണ്ടാവും. ആ, പനി ഉണ്ടാകും. കടുത്ത പനിയായിരിക്കും. സാധാരണ രീതിയിലുള്ള പനിയല്ല, കടുത്ത പനിയായിരിക്കും. ബോഡിയിലൊക്കെ ചെറിയ ചെറിയ കുരുക്കള്, തടിപ്പുകൾ ഉണ്ടാകും അല്ലെ? ആ, മൂക്കൊലിപ്പ്, തൊണ്ടവേദന, കഠിനമായ പനി, ക്ഷീണം, പേശികൾക്ക് ഉണ്ടാവുന്ന വേദന അല്ലെ? ഓക്കെ. പിന്നെന്താണ്? പിന്നെന്തൊക്കെ ലക്ഷണങ്ങളാണ്? ശരീരത്തിൽ എന്തൊക്കെ ലക്ഷണങ്ങൾ കാണിക്കും വേറെ? ഒന്നും കാണിക്കില്ല. ചുവന്ന തടിപ്പുകളുണ്ട്. ചുവന്ന തടിപ്പുകളായിട്ട് അത് രൂപപ്പെടുന്നു അല്ലെ? ചെറിയ ചെറിയ ചുവടുകുടികള് രൂപപ്പെടുന്നു. മുറിയാൻ തുടങ്ങുന്നത് കുറച്ച് കഴിയുമ്പോൾ. യെസ്. ഓക്കെ. അതായത് ഓക്കെ, ഇവിടെ നോക്കാം. The baby is immunized against measles between the age of 9 and 12 months and a booster in the form of MMR vaccine at 15 to 18 months. എന്താണ് പറയുന്നത്? The baby immunized against measles അല്ലെ? അഞ്ചാം പനിയിൽ നിന്ന് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാക്സിനേഷൻ എപ്പോഴാണ് നൽകേണ്ടത്? എപ്പോഴാണ് നൽകേണ്ടത്? 9 മന്ത് മുതൽ 12-ാം മാസം വരെയാണ് ഒരു ബൂസ്റ്റർ ഡോസ് നൽകുന്നു. അതിനെയാണ് MMR വാക്സിൻ എന്ന് പറയുന്നത് അല്ലെ? എന്താണ് MMR വാക്സിൻ? MMR എന്താണ്? മംസ്, മീസിൽസ്, റുബെല്ല. മംസ്, മീസിൽസ്, റുബെല്ലനെ ഷോർട്ട് ആയിട്ട് പറയുന്നതാണ് നമ്മള് MMR വാക്സിൻ എന്ന്. ഓക്കെ. അത് 15 മുതൽ 18-ാം മാസം വരെയാണ് ആ ഒരു MMR വാക്സിൻ എടുക്കുന്നത്. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് MMR എടുത്തിട്ടുള്ളതല്ലേ? ഓർമ്മയുണ്ടോ? റീസെന്റ്ലി ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? റീസെന്റ്ലി കഴിഞ്ഞ മാസം 6-ാം തീയതി എടുത്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നോ അത് എടുത്തതിന് ശേഷം എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായി? ഇല്ല, ചെറിയൊരു പെയിൻ, ബോഡി പെയിൻ ഉണ്ടായി. ബോഡി പെയിൻ ഉണ്ടായി. പനി ഉണ്ടായില്ലേ? ഇല്ല, MMRന് ഇല്ല. പനി ഉണ്ടായില്ല? ഇല്ല. ഉണ്ടായിരുന്നു. അധികം കുട്ടികൾക്കും ലക്ഷണമൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ലല്ലോ. ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഉണ്ട്, ലക്ഷണങ്ങളുണ്ട് കേട്ടോ. MMR വാക്സിൻ എടുക്കുമ്പോ അതിന്റെ റിയാക്ഷൻസ് ചില കുട്ടികൾ ഉണ്ടാവാറുണ്ട്. എന്റെ മകന് പനി ഉണ്ടായിരുന്നു. അതായത് കഠിനമായ പനി ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ആ പനി കൂടിയാൽ തന്നെ ഫിക്സ് വരാനുള്ള ചാൻസസും കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്താണ്, എത്രയും പെട്ടെന്ന് തന്നെ MMRന് ശേഷം ആ ഒരു എന്താണ് നമുക്കൊരു പനിയുടെ ഒരു സിറപ്പ് തരുന്നില്ലേ? എന്ത് സിറപ്പാണ്? ഒരു പാരസിറ്റമോൾ സിറപ്പ് അല്ലേ? ആ സിറപ്പ് എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കുക. പനി കൂടുന്നതിനനുസരിച്ച് വെച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അത് ബ്രെയിനിലേക്ക് ആയി ഫിക്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. പല കേസസ് അങ്ങനെ പല സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ വാക്സിൻ എടുക്കുമ്പോൾ നമ്മള് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ചെറിയ മോനുണ്ടായി അങ്ങനെ. എന്താണ്? എന്റെ ചെറിയ മോൻ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഫിക്സ് വന്നു. വാക്സിനേഷൻ എടുത്തതിന് ശേഷമാണോ ഫിക്സ് വന്നത്? ഓക്കെ. ശ്രദ്ധിക്കണം, വാക്സിൻ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമാണ്. ഓക്കെ.
8 ഓക്കെ. നമുക്ക് നെക്സ്റ്റ് ബാക്ക് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ടൈമായി. ഓക്കെ മാം. ഇനി അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു മെഡിക്കൽ ചാർട്ട്, കുഞ്ഞിന്റെ ആ ചാർട്ടില്ലേ, വാക്സിനേഷൻ ചാർട്ട് ഒന്ന് അനലൈസ് ചെയ്യുക കേട്ടോ. അതാണ് നിങ്ങൾക്ക് മുമ്പ് തരുന്ന ഒരു ആക്ടിവിറ്റി. അതൊന്ന് അനലൈസ് ചെയ്യുക. എന്തെല്ലാം കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്, ഏത് മാസമാണ് ഏത് വാക്സിനേഷൻ കൊടുക്കേണ്ടത് വ്യക്തമായിട്ട് അത് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, മ്യൂട്ട് ചെയ്യണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ ഇങ്ങനെ മ്യൂട്ട് ചെയ്യരുത് കേട്ടോ. ഓക്കെ, നിങ്ങൾ ലീവ് ചെയ്തോളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. അപ്പൊ അതൊന്ന് അനലൈസ് ചെയ്ത് നിങ്ങളുടേതായ രീതിയിൽ അതൊന്ന് മനസ്സിലാക്കിയിട്ട് കൊണ്ടുവരിക. ഓക്കെ, പഠിക്കാൻ പ്രയർ നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രയർ പാടണം. ഓക്കെ, Thank you, Miss. Okay, thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am. Thank you. Thank you, ma'am. Thank you.